തിരുവനന്തപുരം കമലേശ്വരം കൺവെൻഷൻ സെന്ററിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപ മന്ത്രാലയത്തിന്റെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ബോധവൽക്കരണ പരിപാടി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്കീമുകളെ കുറിച്ചാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ചില ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ന് വരുമ്പോൾ സ്റ്റേറ്റ് ഓഫീസുകളിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ICDSും ട്രിവാൻഡ്രം കോർപ്പറേഷനും ചേർന്നിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് സംഘടിപ്പിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ചും അവരുടെ പല പല ഓഫീസുകളിൽ നടക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളിവിടെ ജനങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. പല പല വിഷയങ്ങളിൽ അതത് രംഗത്തെ വിദഗ്ധർ വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇത് കൂടാതെ നമ്മളിവിടെ ഒരു ഫോട്ടോ പാനൽ പ്രദർശനമുണ്ട്. അത് കൂടാതെ ഇത് കലാപരിപാടികൾ, നമുക്ക് എംപാനൽഡ് കൾച്ചറൽ ടൂർസ് ഉണ്ട്, അവരുടെ കലാപരിപാടി ഉണ്ടാവും. പിന്നെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് 2 ക്യാമ്പുകൾ വെച്ച് നമ്മൾ 2 ദിവസം നടത്തുന്നുണ്ട്. പിന്നെ ഒരു ജില്ലാ ശുചിത്വ മിഷൻ്റെ ഒരു സ്റ്റാളുണ്ട്. അപ്പോൾ അതിലൂടെ അവരുടെ ശുചിത്വ മിഷൻ്റെ സേവനങ്ങൾ അതൊക്കെ അവർ ഡീറ്റെയിൽഡായിട്ട് ആളുകൾക്ക് ഇത് കൊടുക്കും. മെഡിക്കൽ ക്യാമ്പ് പറഞ്ഞല്ലോ, അതിപ്പോൾ ഫുൾ എങ്ങനെ? നമ്മൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ്. ഒന്ന് ജില്ലാ ഹോമിയോ ആശുപത്രിയായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അങ്ങനെ 2 സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ്. അപ്പോൾ ഡോക്ടർമാരുണ്ടാവും, ഡോക്ടർ കൺസൾട്ടേഷൻ ഫ്രീ ആണ്, അതേപോലെ തന്നെ മെഡിസിൻ വിതരണം ഉണ്ടാവും. ഇപ്പോൾ എത്ര ദിവസം ഉണ്ടാവും? ഇത് ഇന്നും നാളെയും ഉണ്ടാവും. ഇന്നിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് നാളത്തെ ദിവസം കൂടെ ഉണ്ടാവും.